മെഡിക്കൽ ഫീൽഡ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റഡീസ് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഇന്നിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, സാധ്യതകൾ എല്ലാം വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ ലോഡഡ് ജീൻസ് ആണ്. ആ ലോഡ് ജീൻസ് ആണ്, പലതരത്തിലുള്ള ജീൻസുമായിട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജീൻസിനെ ഓപ്പൺ ചെയ്യണമോ, നമ്മൾ പറയും സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് എന്ന് പറയും. അതിനെ മെത്തിലേഷൻ എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം. ഈ മെത്തിലേഷൻ പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഒരു ജീവിതശൈലി രോഗം വരാനുള്ള പോസിബിലിറ്റീസും വരാതിരിക്കുന്നതിന്. നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ അമ്മയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അച്ഛനിൽ നിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ജീൻസിനെ അത് മാക്സിമം ലൈസിസ് ചെയ്ത് കളയാറുണ്ട്. മാക്സിമം ലൈസിസ് ചെയ്യാറുണ്ട്. കാരണം ഈ സ്പേം ഓവത്തെ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അവർ ചെയ്യുന്നുണ്ട്. അത് ജനറ്റിക് മോഡിഫിക്കേഷൻ ആണ്, ബോഡിയുടെ തന്നെ പക്ഷെ പാവം അമ്മയ്ക്ക് സ്വന്തം ജീൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവില്ല. ദെൻ വി വിൽ നോട്ട് ബി അലൈവ്. എന്താണ് SNP എന്ന് പറഞ്ഞാൽ? ഒരാളിൽ ഡയബറ്റിക്കിന്റെ ജീൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ പോസിബിലിറ്റി ഉണ്ടോ, ആ പോസിബിലിറ്റി ആണ് SNP. ആ പോസിബിലിറ്റി സ്വിച്ച് ഓൺ ആകും. ആ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡയബറ്റീസിലേക്ക് പോകും. ഈ പോസിബിലിറ്റീസിനെ ഏർലി ഐഡന്റിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ആണ് ഇപ്പോൾ 2025 വളരെ സക്സസ്ഫുൾ ആയിട്ട് മറ്റേത് രാജ്യത്തെക്കാളും മുൻപന്തിയിൽ 2025 ഇന്ത്യ ഡെവലപ്പ് ചെയ്ത 5,000ഓളം ജീൻസിനെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് ദം നോ വാട്ട് ഓൾ തിങ്സ് ദേ ഹാവ്. ലെറ്റ് ദം നോ വെയർ ഈസ് ദെയർ ഹോർമോൺസ്. ഹോർമോൺസ് ആണ് രമ്യ ഇതിലെ കീ ഫാക്ടർ. ഹോർമോൺസ് തന്നെയാണ് ഇതിലെ കീ പ്ലേയേഴ്സ്. കാരണം സ്ത്രീകൾക്ക് അത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അവർക്ക് പ്രീമെൻസ്ട്രൽ ടെൻഷൻസ് മാസീവായിട്ടാണ് വരുന്നത്. ഇതെന്തുകൊണ്ടാണ്? അവർ ഡോമിനന്റ് ഈസ്ട്രോജൻ ആണ്. അവരിൽ പ്രൊജസ്ട്രോൺ കിട്ടുന്നില്ല, അവരിൽ തൈറോയിഡ് ലോ ആണ്. ഇതൊക്കെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഫേസിൽ കൂടി ആ പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ഒരു 5 to 7 days, ഒരു 14 days, 14th day കഴിഞ്ഞിട്ടുള്ള ദിവസം പറയാൻ മാസീവ് അസാഡസ് ആണ്. കോർട്ടിസോളൊക്കെ അടിച്ചു കയറുന്നവരുണ്ട്. സൂയിസൈഡൽ ടെൻഡൻസീസ്, ക്രേവിംഗ് ഫോർ ഫുഡ്, ആങ്കർ, അജിറ്റേഷൻസ്, ഇതൊക്കെ എപ്പിഡമിക് ആണ്. സോ കറക്റ്റ് ദീസ് പാരാമീറ്റേഴ്സ് ബിഫോർ പ്രഗ്നൻസി എന്നാണ് ഞാൻ പറയും. ഏകദേശം 10,000 ടെസ്റ്റുകളോളം നമ്മൾ ഇവിടെ നടത്തി കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കക്ഷത്തിൽ വെച്ച് നടന്നു പോകുന്നതല്ലാതെ ഇത് ആക്ഷൻ. ഇതാണ് മലയാളികളുടെ പ്രശ്നം. അവർ എത്ര എക്സ്പെൻസീവ് ടെസ്റ്റ് ചെയ്യാനും തയ്യാറാണ്, പക്ഷെ ആ ടെസ്റ്റ് ചെയ്ത് അത് കം ടു ദ ആക്ഷൻ. ആ ആക്ഷനിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും നമ്മൾ പുറകിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 10 പേരിൽ ഒരാൾ പ്രമേഹ രോഗിയായിരുന്നത് ഇപ്പോൾ 4 പേരിൽ 1 പ്രമേഹ രോഗിയായി മാറുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഡോക്ടർ സുജിത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റഡീസ് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഇന്നിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, സാധ്യതകൾ എല്ലാം വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിൽ തന്നെയും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫങ്ഷണൽ മെഡിസിൻ. ഐ തിങ്ക് ഡോക്ടറാണ്, യു ആർ ദ റൈറ്റ് പേഴ്സൺ. ഹൗ ഫങ്ഷണൽ മെഡിസിൻ, ഹൗ ഇറ്റ് വർക്ക്സ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഹെൽപ്സ്, എങ്ങനെയാണ് ഫങ്ഷണൽ മെഡിസിൻ ഒരു സാധാരണ ആൾക്കാരെ ഒരു ജീവിതം മാറ്റിമറിക്കുന്നത് എത്രത്തോളമാണ്? ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന റൈറ്റ് പേഴ്സൺ ആണ് ഇന്ന് ഡോക്ടർ. യെസ് ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഫങ്ഷണൽ മെഡിസിൻ? ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഒരു നൈസ് ആങ്കറിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കാനും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിനൊക്കെ സഹായിച്ചതിന് വളരെ വളരെ നന്ദിയുണ്ട്. ബേസിക്കലി പലപ്പോഴും ഇത്തരത്തിലുള്ള മീഡിയാസിൽ കൂടിയാണ് ഫങ്ഷണൽ മെഡിസിൻ എന്താണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വെളിച്ചം വീശേണ്ടതെന്ന് തോന്നുന്നു. 15 വർഷമായി നമ്മൾ ഇത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ പ്രാക്ടീസിലേക്ക് എത്തുന്നു. കേരളത്തിൽ ഇത് പൊതുവെയുള്ളതായിരിക്കാം, പക്ഷേ ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പേരുകളിൽ ഇത് അറിയുന്നുണ്ട്. ഓർത്തോമോളിക്കുലാർ മെഡിസിൻ എന്നും ഫങ്ഷണൽ മെഡിസിൻ എന്നും ഒക്കെ പറഞ്ഞിട്ട് വരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം നോബൽ ലോറേറ്റ് ആയിട്ടുള്ള പല ലിനസ് പോളിംഗ്, ഇവരൊക്കെ ഫങ്ഷണൽ മെഡിസിനിലും ഓർത്തോമോളിക്കുലാർ മെഡിസിൻ എന്ന പേര് തന്നെ കൊണ്ടുവന്ന് തന്നെ ലിനസ് പോളിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്നെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചത് ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ മെഡിസിനിൽ കൂടിയാണ്. എന്താണ് ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിനൊക്കെ മാറി തുടങ്ങി മിസ്സേ. ഇപ്പോൾ ഇത് മാറി ആൻറ്റി ഏജിങ് മെഡിസിൻ, ഇങ്ങനെയുള്ള പല പേരുകളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ക്രക്സ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ കോസേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഹൃദ്രോഗം വന്നു. ഹൃദ്രോഗം വരുന്ന ഇപ്പം നമ്മൾ പുകവലി ഉണ്ടായിരിക്കാം, കൊളസ്ട്രോളും ഉണ്ടായിരിക്കാം, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കാണുമ്പോഴും അതിൻ്റെ അണ്ടർലൈൻ ഫാക്ടർ എന്താണ്?
എല്ലാ പുകവലിക്കാർക്കും ഹൃദ്രോഗം വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് അവരുടെ ഹസ്ബൻഡ് പുകവലിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. പക്ഷെ പാവത്തിന് ഒരു പാസീവ് സ്മോക്കിംഗ് വഴി സ്ക്വാമസ് സെൽ കാർസിനോമ വന്നു. ലങ്സിന് ക്യാൻസർ വരുന്നു. പാസീവ് സ്മോക്കിംഗ് ആണ്, വേറൊരു എക്സ്പോഷറും ഇല്ല. അവർ സാധാരണ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ പാസീവ് സ്മോക്കിംഗ് വഴി ലങ് ക്യാൻസർ വരുന്നു. സോ ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ക്യാൻസർ വരുന്നു, ഏത് ജീനാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നിവ അനലൈസ് ചെയ്യുകയും അവരുടെ റൂട്ട് കോസേറ്റീവ് ഫാക്ടറിലേക്ക് വരികയും എങ്ങനെയാണ് ഒരു ജീൻ പ്രകൃതിയിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സിനോട് മല്ലടിച്ച് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ശാസ്ത്രീയമായ മെത്തഡോളജിയെ വേണമെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ഡോക്ടർ ഈ ഫങ്ഷണൽ മെഡിസിൻ നമ്മളിപ്പം ഇപ്പൊ ആ ലേഡിക്ക് ഇപ്പൊ ഡോക്ടറിന്റെ ഈ പേഷ്യന്റിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ പുക വലിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് കുഴപ്പങ്ങളൊന്നും വന്നില്ല, തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് അത് വന്നത്. അപ്പോൾ ഭാര്യനെ ഇത് ആ ശരീരത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവം ആണ് അതിന് കൂടുതൽ ഡാമേജ് ആക്കിയിട്ടുണ്ടാവുക അല്ലേ? ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇവിടെ ഇതാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ലോഡഡ് ജീൻസ് ആണ്. ആ ലോഡ് ജീൻസ് ആണ്, പലതരത്തിലുള്ള ജീൻസുമായിട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജീൻസിനെ ഓപ്പൺ ചെയ്യണമോ, നമ്മൾ പറയും സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് എന്ന് പറയും. അതിനെ മെത്തിലേഷൻ എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം. ഈ മെത്തിലേഷൻ പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഒരു ജീവിതശൈലി രോഗം വരാനുള്ള പോസിബിലിറ്റീസും വരാതിരിക്കുന്നതിനും. ഇപ്പോൾ നമുക്കറിയാം എല്ലാ പഞ്ചസാര കഴിക്കുന്നവർക്ക് ഡയബറ്റീസ് വരുന്നില്ല. അപ്പോൾ ആ പഞ്ചസാരയോട് ആ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അവരിലേക്ക് ത്രിഫ്റ്റി ജീൻ എന്ന് പറഞ്ഞ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയ വാക്കാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ 10 വർഷം മുമ്പ് നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരു ടെസ്റ്റ്. ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ആ ഷുഗർ ആ ജീനിനെ എക്സ്പ്രസ് ചെയ്ത് ത്രിഫ്റ്റി ജീനിനെ ഓൺ ആക്കുന്നുണ്ടോ? ത്രിഫ്റ്റി ജീൻ ഓൺ ആക്കുമ്പോൾ ഡയബറ്റീസ് മാത്രമല്ല രേണു വരുന്നത്. ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, PCOD എന്ന് പറയുന്ന അസുഖം, ഒബിസിറ്റി എന്ന് പറയുന്ന അസുഖം, ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ ത്രിഫ്റ്റി ജീൻ ഓൺ ആകുമ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. സോ അപ്പൊ ഈ ജീൻ നമ്മളിലുണ്ടോ? പോയിന്റ് നമ്പർ 1. ആ പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീൻ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റൽ എക്സ്പോഷർ നമ്മുടെ ജീവിത രീതിയിലുണ്ടോ? ഇത് രണ്ടിനെയും കൂടി സമ്മേളിച്ചു കഴിഞ്ഞാൽ ആ പോസിബിലിറ്റീസ് ഓഫ് ഡിസീസ്, ഇപ്പൊ നമ്മൾ ഡയബറ്റിക് ഒക്കെ പറയാൻ നമുക്ക് ടെൻഷൻ ഇല്ല മോളെ, പക്ഷെ നമ്മളിപ്പോൾ ഒരു ക്യാൻസറിനെ നോക്കുകയാണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ലിവർ ഇഷ്യൂസ്, സിറോസിസ്, എല്ലാ മദ്യപാനികൾക്ക് സിറോസിസ് വരുന്നില്ല. സോ ദ ജീൻ ഈസ് ദ പ്രൈമറി കോസ് എന്ന് പറഞ്ഞ് ജീൻ നമുക്കില്ല എന്ന് പറഞ്ഞ് ആസ്വദിച്ച് ജീവിതം എന്തുപോലും ജീവിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. ആ ജീനിന് ആ ട്രിഗറിങ് ഫാക്ടർ ഉള്ളപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ ഹസാർഡ്സിലേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്മോക്കേഴ്സിനും ക്യാൻസർ വരുന്നില്ല, പക്ഷേ നമ്മുടെ ജീനിൽ ആ സ്മോക്കിങ്ങിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആന്റി ഓക്സിഡൻസ് ഇല്ല, എൻസൈംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പോസിബിലിറ്റി ഒരു ക്യാൻസറിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ടാണ് പാസീവ് സ്മോക്കിംഗ് പോലും പലപ്പോഴും ക്യാൻസർ ആക്കുന്നത്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇതിനൊക്കെ നമുക്ക് വരാൻ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ലേറ്റർ ഓൺ എൻ്റെ ബോഡിയിലേക്ക് ഇതൊക്കെ വരാൻ ചാൻസസ് ഉണ്ടോ? എൻ്റെ ബോഡി എന്തിനോടൊക്കെ ആയിരിക്കും അഡാപ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, എന്തിനോടൊക്കെ ആയിരിക്കും നോ പറയാൻ നിൽക്കുന്നത്, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള സാധ്യതകളും ഈ ഫങ്ഷണൽ മെഡിസിനിൽ അപ്പോൾ ഉണ്ടോ? രമ്യ, ഇത് ഫങ്ഷണൽ മെഡിസിനിൽ മാത്രമല്ല, ഇവിടെയാണ് ഒരു ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വരേണ്ടത്. ഇതൊരു ഫങ്ഷണൽ മെഡിസിൻ പഠിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിന് മാത്രം അങ്ങനെയല്ല. ഇപ്പൊ ഏതൊരു ട്രീറ്റ്മെന്റ് മെത്തഡോളജിയിലേക്ക് പോകുന്നവരും, ഏതൊരു ഹെൽത്ത് എക്സ്പേർട്സും, ഏതൊരു ന്യൂട്രിറ്റീവ് പെർവ്യൂള്ളവരും ഡെഫിനറ്റ്ലി ഗോ ത്രൂ ചെയ്യേണ്ട അവരുടെ ജനറ്റിക് അനാലിസിസ് ആണ്. ഇപ്പോൾ ഇത് വളരെ വ്യാപകമായിട്ട് വന്നു തുടങ്ങി. വലിയ വലിയ ഇൻഡസ്ട്രീസ് പോലും ജനറ്റിക് സ്റ്റഡിക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇവയെ നമ്മൾ പറയുന്ന പേര് തന്നെ എപ്പിജെനറ്റിക്സ് എന്നാണ്. എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ജീൻ. ജീൻ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ജീനിന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ജീനിന്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജീൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഫാദറും മദറും തന്നിട്ടില്ല. ഇപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഇപ്പോൾ പേഷ്യൻസ് ആയിട്ട് വരുമ്പോൾ, സാർ എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ണവും ഡയബറ്റീസും. അത് അച്ഛൻ്റെ കുറ്റമല്ല, ആ ജീൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ പിതൃത്വവും
ആ മാതൃത്വമാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത്. നമ്മളിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ, നമ്മൾ നന്നായിട്ട് ചിലപ്പോൾ പാടുന്നവരായിരിക്കും, നന്നായിട്ട് പടം വരയ്ക്കുന്നവരായിരിക്കും, നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ളവരായിരിക്കും. ഇതെല്ലാം നമ്മുടെ മാതാവിൻ പിതാവിൻ തന്നാണ്. ആ ജീൻസ് ഒക്കെ നമുക്ക് തന്ന ആ പിതാവും മാതാവും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ജീൻസ് തന്നിട്ടുണ്ട്. അത് അവരുടെ മിസ്റ്റേക്സ് അല്ല. ഇതെല്ലാം കൂടി ചേരുന്നതാണ് രമ്യ നമ്മളെന്ന് പറയുന്നത്. അതിലൊരു പൂർണ്ണതയുണ്ട്. അതിൽ ആൻസസ്റ്റേഴ്സിനെ എന്താ പറയാ മോശപ്പെടുത്തിയതുകൊണ്ടോ പഴിചാരിയതുകൊണ്ടോ കാര്യമില്ല. ആ ജീൻ നമ്മളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അൺവാണ്ടഡ് ആയിട്ടുള്ള ജീൻസിനെ ലൊക്കേറ്റ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, അത് സ്വിച്ച് ഓൺ ആക്കാതിരിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ കർമ്മം. അപ്പൊ അതിനകത്ത് ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ള നല്ലതിനെ നമ്മൾ സ്വീകരിക്കുക, അതിൽ നന്ദി രേഖപ്പെടുത്തുക. മോശം എന്ന് പറയാൻ പാടില്ലെങ്കിൽ കൂടി അൺവാണ്ടഡ് ആയിട്ടുള്ള ജീൻസ്, സത്യത്തിൽ രമ്യ, നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ അമ്മയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അച്ഛനിൽ നിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ജീൻസിനെ അത് മാക്സിമം ലൈസിസ് ചെയ്ത് കളയാറുണ്ട്. കാരണം ഈ സ്പേം ഓവത്തെ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അവർ ചെയ്യുന്നുണ്ട്. അത് ജനറ്റിക് മോഡിഫിക്കേഷൻ ആണ്, ബോഡിയുടെ തന്നെ പക്ഷെ പാവം അമ്മയ്ക്ക് സ്വന്തം ജീൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവില്ല. ദെൻ വി വിൽ നോട്ട് ബി അലൈവ്. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത. സോ ഇത്തരത്തിലുള്ള പ്രോസസ്സിൽ കൂടി ഈ ജീൻസ് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ജീൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയും. അതിനെ നമ്മൾ പറയുന്ന SNPs എന്നാണ്, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫ്സ്. ഈ SNPs ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. എന്താണ് SNP എന്ന് പറഞ്ഞാൽ? ഒരാളിൽ ഡയബറ്റിക്കിൻ്റെ ജീൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ, ആ പോസിബിലിറ്റിയാണ് SNP എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് വരണമെന്നല്ല രമ്യ. ആ പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി നമ്മൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആ പോസിബിലിറ്റി സ്വിച്ച് ഓൺ ആകും. ആ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡയബറ്റീസിലേക്ക് പോകും. ഈ പോസിബിലിറ്റീസിനെ ഏർലി ഐഡന്റിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഞാൻ വിശ്വസിക്കുകയില്ല എന്നറിയില്ല, വളരെ പരിതാപകരമാണ്. ഇത്തരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റാണ് ഇപ്പോൾ 2025 വളരെ സക്സസ്ഫുൾ ആയിട്ട് മറ്റേത് രാജ്യത്തെക്കാളും മുൻപന്തിയിൽ 2025 ഇന്ത്യ ഡെവലപ്പ് ചെയ്ത 5000ഓളം ജീൻസിനെ അവർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അത് ജനറ്റിക് എക്സ്പ്രഷൻസിന് ഇതൊക്കെ എവിടെ എത്തി നിൽക്കേണ്ടത്? ഇവിടെയാണ് ഞാൻ പറയുന്ന ഇൻ്റഗ്രേഷൻ വേണമെന്ന്. ഫിസിക്സ് ഒരിടത്ത് നിൽക്കുന്നു, ബയോളജി ഒരിടത്ത് നിൽക്കുന്നു, മാത്സിൽ എക്സ്പേർട്ട് വേറൊരിടത്ത് നിൽക്കുന്നു. അങ്ങനല്ല, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ജനറ്റിക്സ് എന്ന മെഡിസിനിലേക്ക് ഇൻവോൾവ് ചെയ്ത് വരുന്നോ അന്ന് റെവല്യൂഷൻ നടക്കും. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ചേഞ്ച്. വാവ്, സയൻസ് മെഡിക്കൽ ഫീൽഡിന്റെ ഓരോ ആ ടെക്നോളജി പോയപ്പോഴത്തേക്ക് നോക്കൂ, ഇന്ത്യ മുതൽ ആൾക്കാരുടെ ലൈഫ് സ്പാൻ അങ്ങനെയാണെങ്കിൽ എത്രയോ മേളിലേക്ക് കൂടിക്കൊണ്ടിരിക്കും. ആൾക്കാർ അസുഖങ്ങൾ ഇല്ലാണ്ട് വരാനായിട്ട് ശരിക്കും, കാരണം ഇത്തരം സ്റ്റഡീസ് മുന്നോട്ട് വരുവാൻ തോറും ആൾക്കാരിലേക്ക് അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റീസും അതിന്റെ പ്ലസ് സൈഡും എല്ലാ ലേമാനും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്രോണിക് ഡിസീസസ് ഒന്നിനെ നമുക്ക് വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? വി ആർ ഓൾ ദെൻ ഫ്രീ ആയിരിക്കും ഈ ഒരു ഡിസീസ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ വലിയ മാരക രോഗം എന്ന് പറയുന്നതിൽ നിന്നും. വാവ്, ബ്യൂട്ടിഫുൾ. സയൻസ് എത്രയോ മാറി രമ്യ. 10 വർഷം മുമ്പ് നമ്മൾ എപ്പോഴും ഇവോൾവ് ചെയ്യാണ്. മനുഷ്യന്റെ പ്രത്യേകത അത് തന്നെയാണ്. അവൻ എന്നും ഓരോ ദിവസവും അവൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രമ്യക്ക് തന്നെ അറിയാം, കുഞ്ഞു കുട്ടികളുടെ ജീവിതം, ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികൾ, അവരൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഒരു അപ്പ് 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 എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരാളും രാവിലെ എണീറ്റ് ഒരു കുട്ടിയും രാവിലെ ഒന്ന് കുഴിയിലേക്ക് ഇറങ്ങാമെന്ന് നോക്കുന്നില്ല. അവളൊന്ന് ജനലിൽ കയറുന്നു, ജനലിൽ കമ്പ് പിടിച്ച് മേളിൽ കയറുന്നു, മേളിൽ സോഫ, ഇങ്ങനെ അപ്പ് അപ്പ് എന്ന് മാത്രമേ കുട്ടികൾ. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇത് എല്ലായിടത്തും ഉണ്ട്. എവല്യൂഷൻ ടു ദ ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, ഇത് എല്ലാ മനുഷ്യരിലുള്ള പ്രത്യേകതയാണ്. ഇത് എല്ലാ ഫീൽഡുകളിലും ഉണ്ട്. പക്ഷെ നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജുബിനോടും പറഞ്ഞത്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. എന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നോ നമ്മൾ ഒരു സക്സസിലേക്ക് മാറുകയാണ്. അവിടെ ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ 10-15 വർഷം മുമ്പ് നമുക്കറിയാം വ്യായാമം ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷെ എല്ലാ വ്യായാമവും നമുക്ക് ചേരുന്നതാണോ? ഇപ്പോൾ നമ്മൾ അതിന്റെ സൈഡ് എഫക്ട്സ് കണ്ടു തുടങ്ങി. ഇവിടെയാണ് പ്രിസിഷണൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ വേണ്ടത്. താങ്കൾക്ക് ഒരു ഹൈ കാർഡിയോ ഇന്റൻസിറ്റി വർക്ക് ചെയ്യാൻ താങ്കളുടെ ജീൻ പ്രാപ്തമാണോ? ഇത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കച്ചവട മേഖലയ്ക്കല്ല ഞാൻ ഈ പറയുന്നത്. ക്യൂറ്റി ഇന്റർവെൽ പ്രൊലോങ്ഡ് ആണോ? അത് മനസ്സിലാക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരു സൂംബ ഡാൻസ് ചെയ്തു, കുഴഞ്ഞു വീണ് മരിച്ചു. അത് എന്തുകൊണ്ടാണ്? താങ്കളുടെ ഹൃദയത്തിന് ആ ജനറ്റിക് എക്സ്പ്രഷന് താങ്കൾക്ക് ഈ പെട്ടെന്ന് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിനെ കൂട്ടണം. അത് ചെയ്യരുതെന്നല്ല പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് മാരത്തോൺ ഓടി കൊളാപ്സ് ആയ ഒരാൾ ഇപ്പൊ വീണ്ടും മാരത്തോൺ ഓടി വളരെ സക്സസ്ഫുൾ ആയി. അപ്പൊ എന്തുകൊണ്ടാണ്? അയാളുടെ ജനറ്റിക്കലി അയാൾക്ക് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ അയാൾക്ക് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലേ ചെയ്തത്. എങ്ങനെ അയാളുടെ ജീനിനെ അതിനോട് ഉതകുന്ന രീതിയിലെത്താം? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജീൻ എല്ലാം നിയന്ത്രിക്കുന്നതാണോ എന്ന് വെച്ചാൽ അല്ല. ജീനിനെ കൺട്രോൾ ചെയ്യുന്നത് മൈക്രോബ്സ് ആണ്. അഥവാ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസിന് ജീൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള വളരെ വളരെ ശക്തിയുണ്ട്. സോ പ്രോട്ടിയോമിക്സ് അഥവാ ഹോർമോൺസും പ്രോട്ടീൻസും ഒരു സ്ഥാനത്ത് നിൽക്കുന്നു, നമ്മുടെ ഗട്ടിലെ മൈക്രോബ്സ് ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. ഇവ രണ്ടിന്റെ ബാലൻസ് അനുസരിച്ചാണ് ജീൻ എക്സ്പ്രഷൻ വരുന്നത്. സോ പ്രോട്ടിയോമിക്സ്, മൈക്രോബയോമിക്സ്, ജീനോമിക്സ്, ഈ മൂന്നിൻ്റെയും സമ്മിശ്ര മേഖലയിലുള്ള ഒരു ബാലൻസ് ആണ് ഹെൽത്ത് അഥവാ സുപ്രീം ലെവൽ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയും എറണാകുളത്താണ് കൂടുതലും ഇതുപോലത്തെ സംഭവങ്ങൾ വരുമ്പോൾ ആദ്യം വരുന്നതും നമ്മൾ കൂടുതൽ അറിയുന്നതും. കൊച്ചിയിൽ തന്നെ ഇപ്പം ജനറ്റിക് ഇതിൽ തന്നെ നമുക്ക് അറിയാനുള്ള ക്ലിനിക്കുകളും വെൽനസ് അതിൻ്റെ ഇതൊക്കെ ഇപ്പം ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജീൻസിലൂടെ നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ പോലെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വലിയ വലിയ ക്രോണിക് ഡിസീസസിലേക്കായിരിക്കാം നമ്മുടെ ബോഡി നിൽക്കുന്നത് എന്നുള്ള ടെസ്റ്റ്, അത് ചെയ്യുന്ന മെത്തേഡ്, അതൊക്കെ ഒന്ന് ഡോക്ടർ പറയാമോ? ബേസിക്കലി ഞാൻ രണ്ട് ഏരിയ കൂടിയാണ് പൊതുവെ പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്യാൻ നോക്കാറുള്ളത് ശാസ്ത്രീയമായിട്ട്. ഒന്ന് ജിനോമിക്സ് ലെവല്, മറ്റൊന്ന് മൈക്രോബയോമിക്സ്. മൈക്രോബയോമിക്സ് എന്ന് പറഞ്ഞാൽ പൂപ്പ് സ്റ്റഡിയാണ്. നമ്മൾ സ്റ്റൂളിൽ പലതരത്തിലുള്ള മൈക്രോബിയൽ ഡൈവേർഷൻസ് ഉണ്ട്. നമ്മളെല്ലാവരും ബാക്ടീരിയാസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമ്മുടെ ഗട്ടിലും നമ്മുടെ സ്കിന്നിന്റെയും ഹെൽത്തിനും ലോഞ്ചിവിറ്റിക്കും ആരോഗ്യത്തിനും ഒബിസിറ്റിയും ഈ പറഞ്ഞ സ്ട്രക്ചർ ഫ്രെയിംവർക്ക് എല്ലാത്തിനും ഗട്ട് മൈക്രോബ്സിന് വലിയ റോളുണ്ട്. സോ അതിനെ ഡെഫിനറ്റ്ലി ഒരു ഭാഗത്ത് അനലൈസ് ചെയ്യുക. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എപ്പിജെനറ്റിക് അനാലിസിസ്. എപ്പിജെനറ്റിക് അനാലിസിസ് ചെയ്യുന്നത് സലൈവ ടെസ്റ്റ് വഴിയാണ്. ഒരു 5 ml അറൌണ്ട് 5 ml ഉള്ള സലൈവ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് ജീനോമിക് എക്സ്പ്രഷൻ കിട്ടും. ജീൻസ് എല്ലായിടത്തും ഉണ്ട് രമ്യ, എല്ലായിടത്തും ഉണ്ട്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അനലൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സലൈവയാണെന്നേ ഉള്ളൂ. സോ വൺസ് ദ സലൈവ ഈസ് ടേക്കൺ, അതൊരു പ്രോസസ്സിൽ കൂടി പോകും. ഏകദേശം 3 ആഴ്ച കൊണ്ട് നമ്മുടെ ജീൻസിലെ ക്രോമസോംസിലുള്ള എക്സ്പ്രഷണൽ SNPs അനലൈസ് ചെയ്ത് വേർതിരിച്ചിട്ട് അറൌണ്ട് 250 പാരാമീറ്റേഴ്സ് 250 പാരാമീറ്റേഴ്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡയബറ്റിക് പോസിബിലിറ്റി ഉണ്ടോ, കാർഡിയാക് പോസിബിലിറ്റീസ് ഉണ്ടോ, കാർഡിയാക്കിൽ തന്നെ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ മസിൽ എൻഡ്യൂറൻസ്, നിങ്ങളൊരു എക്സസൈസ് ചെയ്താൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവറി പോസിബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ ബോഡിയിലെ സ്കിന്നിൻ്റെ ഏജിങ് ഫാസ്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിന് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് യൂസ് ചെയ്താൽ നിങ്ങൾ എത്ര പോസിബിലിറ്റീസ് വരും. ഇങ്ങനെ ഒത്തിരി അറൌണ്ട് 250 പാരാമീറ്റേഴ്സിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ അതൊരു 50% മാത്രമേ ഉള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ്, അതേ ഞാൻ വീണ്ടും എത്രയോ പേരാ എൻ്റെ പൊന്നു രമ്യ, ഏകദേശം 10,000 ടെസ്റ്റുകളോളം നമ്മൾ ഇവിടെ നടത്തി കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കക്ഷത്തിൽ വെച്ച് നടന്നു പോകുന്നതല്ലാതെ ഇത് ആക്ഷൻ ഇതാണ് മലയാളികളുടെ പ്രശ്നം. അവർ എത്ര എക്സ്പെൻസീവ് ടെസ്റ്റ് ചെയ്യാനും തയ്യാറാണ്, പക്ഷെ ആ ടെസ്റ്റ് ചെയ്ത് അത് കം ടു ദ ആക്ഷൻ, ആ ആക്ഷനിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും നമ്മൾ പുറകിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 10 പേരിൽ ഒരാൾ പ്രമേഹ രോഗിയായിരുന്നത് ഇപ്പോ 4 പേരിൽ 1 പ്രമേഹ രോഗിയായി മാറുന്നു. ഇത് ഏത് ഏജ് മുതലാണ് ആക്ച്വലി ഈ ഒരു DNA ടെസ്റ്റിലേക്ക് നമുക്ക് അങ്ങനെ ഇല്ല മോളെ. അറ്റ് ദ ഏർലിയസ്റ്റ് വി ക്യാൻ ഐഡന്റിഫൈ. എപ്പോഴും ഒരു കുട്ടിക്ക് പറ്റുമോ, ടീനേജർക്ക് പറ്റുമോ? പറ്റും ഡെഫിനറ്റ്ലി പറ്റി. എപ്പോ ഉമിനീരെടുത്ത് നമ്മൾ ഏർലി ആണ് പലപ്പോഴും നമുക്ക് ഇതിനകത്ത് ഓട്ടിസത്തിൻ്റെയൊക്കെ സ്പെക്ട്രം കാണുന്നുണ്ട്. അപ്പോൾ എത്ര നേരത്തെ നമുക്ക് ഈ പോസിബിലിറ്റീസ് ഉണ്ടോ അത്രത്തോളം നേരത്തെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഞാൻ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണോ സയൻസിനെ നമുക്ക് ജീനുമായിട്ട് ലിങ്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത് പോസിബിലിറ്റി ആണ്. കാരണം ആ മെത്തിലേഷൻ എങ്ങനെയാണ് സ്വിച്ച് ഓൺ ആക്കുന്നത്, ആ സ്വിച്ച് ഓൺ ആക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു പോസിബിലിറ്റി പറയാം. ഇപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ചിലപ്പോൾ ഒരു സ്വിച്ച് ഓൺ ആക്കാം. MTHFR എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗവും കിഡ്നി ഡിസോർഡറുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ലാബിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലിയിൽ ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഗോ ഫോർ എ ഹോമോസിസ്റ്റീൻ ടെസ്റ്റ്. ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ടെസ്റ്റ് ആണത്. വളരെ സിമ്പിളാണ്, എല്ലാ ലാബിലും ഉണ്ട്, പക്ഷെ ആരും ചെയ്യാറില്ല. ഈ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 monthsനുള്ളിൽ നിങ്ങൾക്ക് ഹൃദ്രോഗമോ കിഡ്നി ഡിസോർഡറോ ആ ജനറ്റിക് പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അത് 7 താഴെ നിൽക്കണമെന്നാണ് നമ്മൾ പറയുന്നത്.
ഓക്കെ. ഇതൊരു ജീൻ എക്സ്പ്രഷൻ ആണ്. ഇത് MTHFR എന്ന് പറഞ്ഞ് നമ്മുടെ ജനറ്റിക് ടെസ്റ്റിൽ MTHFR എന്ന് പറഞ്ഞ ഒരു അനാലിസിസ് കിട്ടും. ഈ ജീൻ ഓണാക്കി നിൽക്കുമ്പോൾ ഇത് ഓഫായി. MTHFR എന്ന് പറഞ്ഞ് ഈ ഹാർട്ട് ഡിസീസിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഫോളേറ്റ് എന്ന് പറഞ്ഞ ഒരു സപ്ലിമെന്റ് കൊടുത്താൽ മതി, ഇത് നോർമൽ ആവും. ഫോളിക് ആസിഡ് എന്ന് ഗർഭിണികൾ കഴിക്കുന്നുണ്ട്, അതിന്റെ ഒരു ആക്റ്റീവ് ഫോം ഫോളേറ്റ് എന്ന് പറഞ്ഞ സാധനം. ഈ ഫോളിക് ആസിഡ് ഫോളേറ്റ് ആയിട്ട് മാറ്റാൻ കഴിയാത്തതാണ് ഇവരുടെ പ്രശ്നം. ഫോളിക് ആസിഡ് ഫോളേറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ MTHFRന്റെ ആക്ടിവിറ്റി മാറും, ഈ ഹോമോസിസ്റ്റീൻ കുറയും. ഹോമോസിസ്റ്റീൻ കൂടി നിന്ന് കഴിഞ്ഞാൽ ഹൃദ്രോഗം വരും, കിഡ്നി ഫെയിലിയേഴ്സിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവർ MTHFR ഡെഫിഷ്യന്റ് ഡിസോർഡേഴ്സ് ഉള്ളവരാണ്, ഹോമോസിസ്റ്റീൻ എലിവേറ്റഡ് ആയിട്ടുള്ളവരാണ്. ഇവരെ കുറയ്ക്കാൻ എന്ത് ചെയ്യേണ്ടത്, ഫോളേറ്റ് എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് കൊടുത്താൽ മതി. സോ അപ്പോൾ എവിടെ അവർ റെസ്ക്യൂ ചെയ്യുന്നത്, അവരുടെ പോസിബിലിറ്റി ഓഫ് കിഡ്നി ഫെയിലിയർ, പോസിബിലിറ്റി ഓഫ് ഹാർട്ട് അറ്റാക്കിൽ നിന്നും ഒരു 2-3 രൂപ അല്ലെങ്കിൽ 5 രൂപയുടെ ഫോളേറ്റ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. 100% MTHFR ജീനിനെ ഡൗൺ ഫോളേറ്റ് ഡെഫിഷ്യൻസിയെ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ എത്രയോ പേഷ്യൻസ് തന്നെ ഇല്ലാതെ വരുന്ന ഒരു കാലം നമുക്ക് വരും അങ്ങനെയാണെങ്കിൽ. അതാണ് പേഷ്യൻസ് ഉള്ളത്. അങ്ങനല്ല, ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ വൺസ് വന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പലരും വരുന്നുണ്ട്. ടെസ്റ്റ് ചെയ്താൽ പോലെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ചെറിയൊരു 5 രൂപ 10 രൂപ വളരെ ചെറിയൊരു ടാബ്ലറ്റിലൂടെ മാറ്റാൻ പറ്റുന്ന വലിയൊരു മാരകരോഗം നമുക്ക് ഫ്യൂച്ചറിൽ വരില്ല എന്ന് 100% ഗ്യാരണ്ടി ആണെങ്കിൽ then why? എന്തിനാ പിന്നെ എല്ലാവരും മടിക്കണത്? അതും ഡോക്ടറിന് ചോദിച്ചോട്ടെ, ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു സലൈവ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു 50 ചിലപ്പോൾ 60s ചിലപ്പോൾ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ വേറൊരു ക്രോണിക് ഡിസീസിലോ പ്രോൺ ആയിട്ട് നിൽക്കുന്നത്. അത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു ടെസ്റ്റിലൂടെ പറ്റുമോ? എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും അവർക്ക് ഒരു ജീൻ എക്സ്പ്രഷനിൽ കൂടി മാത്രമേ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുള്ളൂ, ക്യാൻസർ ഉൾപ്പെടെയുള്ളത്. സോ ഈവൻ നമ്മൾ ഈ ചെയ്യുന്ന ടെസ്റ്റുകളിൽ, ഈ ജനറ്റിക് ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല ക്യാൻസർ കൊടുക്കുന്ന കീമോതെറാപ്പി ഡ്രഗ്സിന്റെ സെൻസിറ്റിവിറ്റിയും റെസിസ്റ്റൻസും കൂടി തിരിച്ചറിയാൻ പറ്റും. ഓങ്കോളജിസ്റ്റുകൾക്ക് ഇത് പ്രത്യേകം മനസ്സിലാകുന്ന സാധനം. ചില ഡ്രഗ്സ് എത്ര സൈക്കിൾസ്, ചിലപ്പോൾ 2-3 സൈക്കിൾസ് കൊടുത്തിട്ടും ബോഡി റെസ്പോണ്ട് ചെയ്യാത്തത് ആ മെഡിസിനോടുള്ള റെസ്പോൺസ് ആ ജീനില്ലാത്തതായിരിക്കും. ഇപ്പോൾ കൊളസ്ട്രോളിന് കഴിക്കുന്ന സ്റ്റാറ്റിൻ താങ്കൾക്ക് ഉതകുന്നതാണോ? എത്രയോ പേർക്ക് അത് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ക്ലോപ്പിഡോഗൾ, എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ക്ലോപ്പിഡോഗൾ അയാളുടെ ജീൻ എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്ലോപ്പിഡോഗൾ പറ്റില്ല. സോ അപ്പോൾ എന്താ ചെയ്യുന്നത്, കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് അതിനുള്ള മറ്റു ഓപ്ഷനാണ് ചെയ്യുന്നത്. ഇതൊരു ഒന്നിന് ബദലല്ല, മറിച്ച് ഇതൊരു ഇൻ്റഗ്രേഷനാണ്. ഒരുമിച്ച് നിന്ന് സമൂഹത്തെ എത്തിക്കുക, ഒരു ആരോഗ്യത്തിലേക്ക് എത്തിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എവല്യൂഷൻ്റെ പാർട്ടായിട്ട് ഇത്തരത്തിലുള്ള സയൻസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പം നമുക്കൊരു 10 year old തന്നെ കുട്ടിയുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ആ കുട്ടിയെ തന്നെ നമ്മളിപ്പോൾ സലൈവ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ ആ കുട്ടി എന്തിനോടൊക്കെ ആയിരിക്കാം പ്രോൺ ചാൻസസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതെന്നുള്ളത്, അപ്പൊ ആ കുട്ടി ആ ഏജ് മുതൽ അതിനുള്ള രീതിയിൽ ഈ ഡോക്ടർ പറഞ്ഞ പോലത്തെ വരാതിരിക്കാനുള്ള ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യണോ? ടാബ്ലറ്റ് മാത്രമല്ല രമ്യ, ഒരുപാട് ജീവിതശൈലി എന്ന് പറഞ്ഞാൽ കുറച്ച് സപ്ലിമെന്റ്സ് കഴിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനല്ല, അങ്ങനെ ഒരിക്കലും ജീവിതത്തെ നമ്മുടെ ജീവിത രീതി തന്നെ നമ്മൾ അതിനോടനുസരിച്ച് മാറ്റേണ്ടി വരും. എൻവയോൺമെന്റ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു ഡയബറ്റിക് എന്ന് പറയുന്ന രോഗി പലപ്പോഴും പഞ്ചസാരയെ പേടിച്ച് മാറ്റി നിർത്തും. എനിക്ക് മധുരയില്ലാത്ത ചായ മതി എന്ന് പറയും. പക്ഷെ അയാൾ കഴിക്കുന്ന പഴംപൊരിയോ വടയായിരിക്കും. ഈ വടക്കകത്തുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ്, ഇതായിരിക്കും അയാളെ ഡയബറ്റിക്കിലേക്ക് എത്തിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ പ്രമേഹ രോഗികളിൽ 90% പേരും പഞ്ചസാര കഴിക്കുന്നതിനേക്കാളും അവരുടെ ഉപദ്രവം, അവർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. പാം ഓയിലും സൺഫ്ലവർ ഓയിലും അതിപ്രസരം, വെളിച്ചെണ്ണയിൽ പൊരിച്ചു കഴിച്ചോ, ഞാനൊന്നും പറയുന്നില്ല, സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എൻ്റർ ചെയ്ത് അവരിലേക്ക് കോംപ്ലിക്കേഷൻസ് എത്തിക്കുന്നു. അവരുടെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ, ഇപ്പം HbA1c ഗ്ലൈക്കേഷൻ പോലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാധനം. സോ ബേസിക്കലി ഇത്തരത്തിലുള്ള ജീവിത രീതികൾ, ആർട്ട് ഓഫ് എ ഹെൽത്ത് എന്ന് പറയും, ഹെൽത്തിൻ്റെ ഒരു ആർട്ട്, ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നടന്നു പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ വളരെ സേഫായിട്ട് തന്നെ കൊണ്ടുപോകാം അവരുടെ ജീവിതം. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് വിത്തൗട്ട് മെഡിക്കേഷൻ നമ്മൾ തന്നെ വിചാരിക്കണം എനിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സാധനം വരും, സോ ഞാൻ നമ്മളെ റീട്രാക്ക് ചെയ്ത് വിടും അല്ലെ, അറിഞ്ഞിരുന്നോണ്ട്. അപ്പൊ അങ്ങനെ റീട്രാക്കിലൂടെ പോകുമ്പോൾ നമ്മൾ വേറൊരു എക്സ്റ്റേണൽ ഒരു ടാബ്ലറ്റും നമ്മൾ എടുക്കാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് തന്നെ കംപ്ലീറ്റ്ലി ഇത് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇപ്പൊ ടാബ്ലറ്റ്സിനൊന്നും എതിരല്ല ഞാൻ, പക്ഷെ കറക്റ്റ് മെഡിക്കേഷൻ ആണോ കഴിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്റ്റാറ്റിൻ, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻ ഉതകുന്നതാണോ? നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ജീൻ ആ സ്റ്റാറ്റിൻ
സ്റ്റാറ്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ക്യാൻസർ പേഷ്യന്റിന് കീമോതെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് ആ കീമോ ഡ്രഗ് ആ പേഷ്യന്റ് സെൻസിറ്റീവ് ആണോ, ഇതൊക്കെയാണ് പ്രൈമറി ആയിട്ട് അറിയേണ്ടത്. സോ ആസ് എ ഗ്ലോബൽ ആവശ്യമുള്ള മെഡിക്കേഷൻസ് എടുക്കുക, ആവശ്യമുള്ള ന്യൂട്രിയൻസ് എടുക്കുക, വേണ്ട ജീവിത രീതി എടുക്കുക. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമൽ എന്താ പറയുക വേർഷൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ കെട്ടുന്ന പല ബാൻഡ്സ്, റിങ്സ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാണ്. നമ്മുടെ ഹെൽത്ത് പാരാമീറ്റർ എങ്ങനെയാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, നമ്മുടെ പൾസ് റേറ്റ് എങ്ങനെയാണ്, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ് എങ്ങനെയാണ്, ഇങ്ങനെ ഒത്തിരി വേറബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഹൈ എൻഡ് വേരിയേഷൻ ആണ് ജനറ്റിക് SNP അനാലിസിസ് അഥവാ എപ്പിജനറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ. ഈ സയൻസിൽ തന്നെ ആണെങ്കിലും സ്റ്റഡീസിൽ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെളിച്ചെണ്ണയിൽ വറുത്ത് എന്ത് വേണേലും കഴിച്ചോളൂ, എത്ര വേണേലും കഴിച്ചോളൂ എന്ന്. ഒരു സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയാണ് നമ്മളെപ്പോലത്തെ ലേമൻ വായിക്കുമ്പോൾ ഈ ഇന്ന സ്റ്റഡീസിൽ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഓക്കെ വെളിച്ചെണ്ണ സേഫ് ആണ്, ഏറ്റവും ബെസ്റ്റ് ഓയിൽ അതാണ്. പിന്നെ വേറൊരു ദിവസം ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുകയാണ് ഇന്ന യൂണിവേഴ്സിറ്റി സ്റ്റഡി ചെയ്യുന്നു വെളിച്ചെണ്ണയും ഇത്രത്തോളം ഹാംഫുൾ ആണ്, സോ അതിന്റെ ഇൻടേക്കിങ് കുറയ്ക്കുക, പകരം ഇന്ന ഓയിൽ. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇതൊക്കെ ത്രൂ മീഡിയയിലൂടെയാണ് അല്ലെ സാധാരണക്കാർ ഓക്കെ വെളിച്ചെണ്ണ കഴിക്കാം, അല്ലെ സൺഫ്ലവർ ഓയിൽ കഴിക്കാം, മുട്ട കൂടുതൽ കഴിക്കാം, മുട്ട കഴിക്കരുത്, ഇങ്ങനത്തെ പല ഇതും നമ്മൾ അറിയുന്നത്. ആക്ച്വലി എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ? എന്തൊക്കെ നമുക്ക് കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്? എന്ത് ചോദ്യം! എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കഴിക്കാം എന്നുള്ളത് വളരെ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ശാസ്ത്രത്തിൽ ഊന്നി നിൽക്കാൻ ശ്രമിക്കാം നമുക്ക് എല്ലാവർക്കും, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ വെളിച്ചെണ്ണ അതൊക്കെ ഇടയ്ക്ക് ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ അവരുണ്ടാക്കുന്ന ഓരോ ഗിമിക്സുകളാണ്. ഇപ്പോൾ 1940s ആണ് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഈ വെജിറ്റബിൾ ഓയിൽസ് പെയിൻറ്റിന് തിന്നിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. പെയിൻ്റ് അടിക്കുമല്ലോ, ഈ പെയിൻറ്റിങ്ങിൻ്റെ തിന്നിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലുള്ള സാധനങ്ങൾ. പക്ഷേ ആ പെയിൻറ്റിങ്ങിന് അവരുടെ തിന്നിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു മിക്സ്ചർ കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ വിപണി ഔട്ടായി. ആ സമയത്ത് ഇവർ കണ്ടുപിടിച്ച ഒരു ഒറ്റ സ്റ്റഡിയാണ് വെജിറ്റബിൾ ഓയിൽ കഴിച്ചാൽ കൊളസ്ട്രോൾ വാല്യൂസ് കുറയുന്നുണ്ട് എന്നുള്ളൊരു പഠനം. ഇത് വെച്ചിട്ട് അത് സിങ്ക്രണൈസ് ചെയ്ത് അവർ ഹാർട്ട് ഹെൽത്ത് എന്നുള്ള രീതി, പണ്ട് എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ചെറുപ്പകാലത്തൊക്കെ ഇത്തരത്തിലുള്ള ഓയിൽസിന്റെ പരസ്യം വരുമ്പോൾ അവർ ഹാർട്ടിനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നില്ല എന്താണ് റൈറ്റ്. ഇത് എന്നെ പോലുള്ള ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നോക്കേണ്ടത് ഇതിന്റെ സയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് വിഷമം. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൽ എത്രയോ നല്ല സ്റ്റഡീസാണ് വരുന്നത്. ഇവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ നല്ല സ്റ്റഡീസാണ് വരുന്നത്. പക്ഷേ ഇതൊന്നും നമ്മളുടെ ആരോഗ്യ മേഖലയിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട് എത്തിച്ചേരുന്നുണ്ടാവില്ല ഡോക്ടർ? അത് ഞാൻ എങ്ങനെ പറയാനാടാ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഫിസിക്സിൻ്റെ ഒരു റിസർച്ച് എൻ്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തെല്ലാം വഴികളിൽ കൂടി പോകണം. ഒരു കെമിസ്ട്രിയിൽ ഒരു റിസർച്ച്, ഇപ്പോൾ പൂഫയുടെ ഒരു സ്റ്റഡി വന്നു. പൂഫയുടെ സ്റ്റഡി ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അറിയുന്നില്ല. ഒരു വെജിറ്റബിൾ ഓയിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. പരസ്യത്തിൽ കൂടിയോ ഇൻഫർമേഷൻസ് കൂടിയോ ഡോക്ടേഴ്സ് പോലും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാളുപരി നമ്മൾ പിയർ റിവ്യൂഡ് ജേർണൽസ് എന്ന് പറയും. പിയർ റിവ്യൂഡ് ജേർണൽസ്, ഈ പിയർ റിവ്യൂഡ് ജേർണൽസ് ഒത്തിരി സ്റ്റഡീസ് വരുന്നുണ്ട്. നമുക്കൊക്കെ ഓപ്പൺ ആണ്. പബ്മെഡ് എന്ന് പറയും, മോശമുള്ള സൈറ്റ് അല്ല, മെഡിക്കൽ സൈറ്റ് തന്നെയാണ്. ഈ സൈറ്റിൽ കയറി നോക്കൂ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻ കൊളസ്ട്രോൾ, വാട്ട് ഈസ് ദ, ഇങ്ങനെ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ഡോക്ടർ, ഈ ഫങ്ഷണൽ മെഡിസിൻ ഇപ്പോൾ ഈ DNA ടെസ്റ്റിനാണെങ്കിൽ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മളതിന്, ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അവിടെ തന്നെയാണോ നമ്മൾ സലൈവ തരിക, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും? ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 8 years ആയിട്ട് വി റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു സെന്റർ തന്നെയാണ് ഇതിന്റെ ബാക്കപ്പ് ചെയ്തു തരുന്നത്. മോർ ദാൻ 10,000 ജനറ്റിക് സ്റ്റഡീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇതിപ്പോ എവിടെ വേണോ ചെയ്യാം. ഇപ്പൊ എനിക്ക് എൻ്റെ ക്ലയൻസിന് US-ലും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു അവരുടെ സലൈവ അനലൈസ് ചെയ്യാനായിട്ട് അവരുടെ സലൈവ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു 45 minutesോളം അവർ വാട്ടറോ ടീയോ കോഫിയോ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. സോ അത് ഇതിനെ അഫക്റ്റ് ചെയ്യാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ്, ഒരു 45 minutes ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുക. നമ്മളൊരു സലൈവ എടുക്കാനുള്ള ഒരു കിറ്റ് റെഡിയാക്കി തരും. യു സ്പിറ്റ് ദ സലൈവ 5 ml, give to us, we will send it, we will take around 3 weeks to analyze it. Once the analysis is ready, ആ റിപ്പോർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചില ബ്ലഡ് മാർക്കേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോട്ടിയോമിക്സ് എന്ന് പറഞ്ഞത്. ബ്ലഡ് മാർക്കേഴ്സ് നോക്കണം, ജനറ്റിക്സ് നോക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചലഞ്ചസ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ പോസിബിലിറ്റീസിനാണ് അസസ് ചെയ്യുന്നത്, ഇത് രണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് റിപ്പോർട്ടായിട്ട് തരാം.
ഓക്കെ. അപ്പൊ ഈ പറയുന്ന പോലെ പുറത്തുള്ള ഏതൊരു ക്ലയന്റിനെങ്കിൽ ആണെങ്കിൽ പോലും അവർക്ക് ഇത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് അവർക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്കും ഈ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റീസ് എങ്ങനെ അവർക്ക് അവിടെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? എവിടെ വേണോ ചെയ്യാം, അതാ ഞാൻ പറഞ്ഞത്. എവിടെ വേണം, ലോകത്ത് എവിടെ വേണോ ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾ സാമ്പിൾസ് എടുത്ത് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞ പോലെ അറബ് കൺട്രീസിൽ ചെയ്യുന്നുണ്ട്, US ചെയ്യുന്നുണ്ട്, യൂറോപ്പിൽ ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് ദേ കൻ കോൺടാക്ട് us. നോ പ്രോബ്ലം. സൂപ്പർ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ലൊരു ഹെൽത്തി ബേബി, എല്ലാവരുടെയും ഇതാണ്. സോ മെഡിക്കൽ ഫീൽഡ് ഇത്രത്തോളം ഇതിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു സ്പേമും ഈ ഒരു ഓവം കൂടെ മേർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്തി ബേബീനെ നമുക്ക് കിട്ടുമോ എന്നുള്ളതിന്റെ ഒരു പോസിബിലിറ്റിയും അപ്പൊ ഇതിനകത്തുണ്ടോ? ഇപ്പോൾ ഈ രമ്യ ചോദിച്ചത് നമ്മൾ ആ ചോദ്യത്തിന്റെ ഒരു ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രിപ്പയർ ആയിരിക്കണം ഒരു കുട്ടിക്ക് മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ അത് നല്ല ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കണം. അത് ബയോ ഐഡന്റിക്കൽ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ, ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ അല്ല, ഫ്രീ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ. ഇതൊരു വളരെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സ്ത്രീകളുടെ നോക്കിക്കഴിഞ്ഞാൽ ആന്റി മുല്ലേറിയൻ ഹോർമോൺ AMH എന്ന് പറയുന്നത് അതൊരു ഒപ്റ്റിമൽ വാല്യൂ ആയിരിക്കണം. പലർക്കും അത് ലോ ആയിരിക്കും, പലർക്കും അത് വളരെ കൂടുതലായിരിക്കും. PCOD കണ്ടീഷൻസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ചില പാരാമീറ്റേഴ്സ് ആയിരിക്കണം പ്രൈമറി ആയിട്ട് നിങ്ങളൊരു ഹെൽത്ത് കൺസൾട്ടന്റിനെ കണ്ടിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ ഇൻഫെർട്ടിലിറ്റിക്ക് പോയി ട്രീറ്റ് ചെയ്യാന്നല്ല പറഞ്ഞത്. ഫെർട്ടിലിറ്റി ഉള്ളവർ പോലും അതിന്റെ ഒപ്റ്റിമൽ ലെവലിൽ എങ്ങനെയായിരിക്കണം ഒരു എക്സലന്റ് ഒരു ഒപ്റ്റിമൽ സ്പേം പ്രൊഡക്ഷൻ, എങ്ങനെയായിരിക്കണം ഒരു ഹെൽത്തി ഓവം, എപ്പോഴായിരിക്കണം ഈ ഒരു ഓവം സ്പേം മീറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു ഹെൽത്ത് കൺസൾട്ടന്റുമായിട്ടിരിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇന്നലെ ഞാൻ കണ്ട ഒരു പേഷ്യന്റ്, അയാളെ പോയി ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അയാളുടെ ജീൻസ് ആണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് them know what all things they have. Let them know where is their hormones ആണ് രമ്യ ഇതിലെ കീ ഫാക്ടർ. ഹോർമോൺസ് തന്നെയാണ് ഇതിലെ കീ പ്ലേയേഴ്സ്. കാരണം സ്ത്രീകൾക്ക് അത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അവർക്ക് പ്രീമെൻസ്ട്രൽ ടെൻഷൻസ് മാസീവായിട്ടാണ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ്? അവർ ഡോമിനന്റ് ഈസ്ട്രോജൻ ആണ്, അവരിൽ പ്രൊജസ്ട്രോൺ കിട്ടുന്നില്ല, അവരിൽ തൈറോയിഡ് ലോ ആണ്. ഇതൊക്കെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഫേസിൽ കൂടി ആ പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ഒരു 5 to 7 days, ഒരു 14 days, 14th day കഴിഞ്ഞിട്ടുള്ള ദിവസം പറയാൻ മാസീവ് അസാഡസ് ആണ്. കോർട്ടിസോളൊക്കെ അടിച്ചു കയറുന്നവരുണ്ട്. സൂയിസൈഡൽ ടെൻഡൻസീസ്, ക്രേവിംഗ് ഫോർ ഫുഡ്, ആങ്കർ, അജിറ്റേഷൻസ്, ഇതൊക്കെ എപ്പിഡമിക് ആണ്. സോ കറക്റ്റ് ദീസ് പാരാമീറ്റേഴ്സ് ബിഫോർ പ്രഗ്നൻസി എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ആ ഹോർമോൺസിനെ അവിടെ ജനറ്റിക്സ് ഒക്കെ മാറ്റിവെക്ക്, ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യും. ടെസ്റ്റോസ്റ്റിറോൺ മെയിൽസിൽ എന്തെല്ലാം, ലിവർ ഫംഗ്ഷൻ, ഇതൊക്കെ കറക്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ മെർജ് ചെയ്യും. then the beauty happens. ഓക്കെ. ഇപ്പൊ തന്നെ നമ്മൾ ഇതിപ്പം ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെ മനസ്സിലാവും നമ്മുടെ സാധ്യതകൾ, നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ഇതും നമുക്ക് ഒരു രീതിയിലും പിന്നെ മുന്നോട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരും ഫിസിക്കൽ സാധനം മാത്രമാണ് കൂടുതലും ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടും കറക്റ്റ് ആയിട്ട് വെക്കാനും നോക്കുന്നുണ്ടാവുക. സോ ഹൗ ഇന്റേണലി നമ്മുടെ ഫങ്ഷനിങ് ഒക്കെ എങ്ങനെയാണെന്ന് കീൻ ആവുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ പുറത്തും വേണം രമ്യ ബ്യൂട്ടി. ഇപ്പൊ രമ്യ പോലെ ഒരു സുന്ദരിയായ ഒരു കുട്ടി, അപ്പോൾ സൗന്ദര്യം എപ്പോഴും നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇന്റേണലി എക്സ്റ്റേണലി സൗന്ദര്യം വന്നു ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നു, ഞാൻ പറഞ്ഞു ഒരു തെറ്റുമില്ല. ലെറ്റ് ദം യൂസ് ഇറ്റ്. ഗ്ലൂട്ടാത്തയോൺ ഡയറക്റ്റ് സ്കിന്നിനെ കളർ ചെയ്യിക്കുകയല്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഗ്ലൂട്ടാത്തയോൺ നിങ്ങളുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നു. ഗ്ലൂട്ടാത്തയോൺ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി ആ ക്ലെയർവോയിൻസ് വരികയാണ് ബോഡിയിൽ. സോ ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. അത് മതി. എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവര് ഗ്ലൂട്ടാത്തയോണിന്റെ ഇത് ലിവറിന് ഒരുപാട് നല്ല രീതിയിൽ, സോ അതിന് വേണ്ടിയിട്ട് അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്. സോ സൈഡ് വഴി എനിക്ക് വെളുക്കുകയും ചെയ്യാലോ. ഇന്റേണലി എക്സ്റ്റേണലി ഉണ്ടാവുന്ന ബ്യൂട്ടി, അവരുടെ ഹെയർ ലസ്റ്റർ ആകുക, ഹെയർ ബ്യൂട്ടിഫുൾ ആകുക, അവരുടെ ഐ ഷൈൻ ചെയ്യുക, സ്കിൻ ബ്യൂട്ടി ആകുക, ഗട്ട് സൗന്ദര്യങ്ങളൊക്കെ വരിക, അത് ഉള്ളിൽ നിന്നും കൂടി വരുമ്പോൾ എന്തൊരു സുഖമായിരിക്കും. ഇത് പലപ്പോഴും ഉള്ളിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആങ്കറും അജിറ്റേഷൻസും ഡിസ്റ്റർബൻസും മൂഡ് ഫ്ലക്ച്വേഷൻസും പിന്നെ ഈ പുറമെയുള്ള സൗന്ദര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടപ്പാടും ചെയ്യുന്ന ഇങ്ങനത്തെ. സോ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കറക്ഷൻസ്, മൈക്രോബ്സ് പ്ലസ് ഹോർമോൺസ്, മറ്റൊന്നിനും അതിന് റോളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇപ്പൊ ഈ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഹെയറിനായിക്കോട്ടെ, സ്കിന്നിനായിക്കോട്ടെ, എവിടെയെങ്കിലും നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും. സോ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ശരിക്കും അഡ്വൈസബിൾ ആണോ? ആക്ച്വലി എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക ചികിത്സകളിൽ ഫേക്സും
ഗുഡ് തിങ്സും ഉണ്ട്. Okay. സോ അത് അങ്ങനെ ഒരു കമ്പയർ നമ്മൾ യുക്തിപരമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ യുക്തിപരമായ രീതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ പലതും ഉണ്ടെങ്കിലും വി ഹാവ് ടു ചെക്ക് അവർ ഓൺ സെൽഫ്. ഇപ്പൊ രമ്യ പറഞ്ഞതുപോലെ ഗ്ലൂട്ടാത്തൺ ലിവറിന് ആക്ട് ചെയ്യുന്നുണ്ട്, ഗുഡ് ആണ്. ആ എടുക്കുന്ന ഗ്ലൂട്ടാത്തൺ ഏതാണ്, എത്രത്തോളം സ്ട്രെങ്തിലാണ് നമുക്ക്. സോ യു ക്യാൻ ക്വസ്റ്റ്യൻ യുവർ സെൽഫ് ആൻഡ് വിത്ത് ദ ഡോക്ടേഴ്സ്, കൺസൾട്ട് ദം ആൻഡ് ജസ്റ്റ് ഡു ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. That's it. Yeah. ഓക്കെ ഡോക്ടർ. സോ ഒരേ ഒരു കാര്യം കൂടെ, Yes, dear. ഇങ്ങനത്തെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോടെ നമ്മുടെ കേൾക്കുന്ന എല്ലാ സ്റ്റഡീസിലും നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. ഒരു 100% നമുക്ക് റിസൾട്ട് തരുന്നുണ്ടെന്ന് ഡോക്ടർ അഷ്വർ ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ. ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലൊരു സൈഡ് എഫക്റ്റ് നമ്മൾ കുട്ടികളിലേ ഇത് ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. സോ ഏജ് ആയിട്ടുള്ള ഒരാളിലോ കുട്ടികളിലോ ഏതൊരു പീരിയഡിലിരിക്കുമ്പോഴും ഇത് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? സാധാരണ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സാമ്പിൾ മാത്രമാണിത്. ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവരെ ഒരു സ്ഥലത്തൂടി കടത്തിക്കൊണ്ടു ഒന്നുമില്ല. ജസ്റ്റ് ഗീവ് 5 ml സലേവ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും യാതൊരു സൈഡ് എഫക്ട് എങ്ങനെയാ വരുന്നത്? ടെസ്റ്റുകളുടെ സൈഡ് എഫക്ട്സ് ബിക്കോസ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് 5 ml സലേവ. അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സിന്റെ വ്യാപ്തി, അതിന്റെ ഡയമെൻഷൻസ്, അതിലെങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ ചേഞ്ചസ് വരുത്താം. ജസ്റ്റ് ലൈക്ക് സിമ്പിൾ തിങ്, primum non here, first do no harm and take precaution of your life. ഇപ്പൊ നമുക്ക് നമ്മൾക്ക് അത്രത്തോളം ഡെവലപ്ഡ് ആണ് നമ്മുടെ ലൈഫും കാര്യങ്ങളും. നമുക്ക് സുന്ദരമായിട്ട് നമ്മുടെ കൈവെള്ളയിൽ തന്നെ ആരോഗ്യം കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ that is the beauty of the life. Yes, that's it, doctor. And you are giving 100% guarantee also, അല്ലേ? Yes dear. അപ്പൊ ഇങ്ങനൊരു ഇത്രയും നല്ല അറിവുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെ അത് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ട ഈ ക്രോണിക് ഡിസീസസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു ബിഗ് നോ പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ഓപ്പൺ ടു ഓൾ ദീസ് മെഡിക്കലിന്റെ പുതിയ ഇതെല്ലാം നമുക്കും അറിഞ്ഞിരിക്കാം, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഞാൻ വീണ്ടും പറയുന്നത് അത്രേ ഉള്ളൂ, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിലുപരി you take an action of your life എന്നുള്ളത് first step. Yeah, first step. Okay dear. Thank you doctor. Thank you so much. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.